إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെയധികം കുത്തഴിഞ്ഞ എല്ലാ നിലക്കും പല നിലക്കും വ്യവസ്ഥകളൊക്കെ തെറ്റിയ നിരവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് ലോകം ആകെ ഗ്രസിച്ച് നിൽക്കുന്ന അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ നാടും ലോകവും ഒക്കെ കടന്നു പോകുന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തണലേകുവാനും നിലനിർത്തുവാനും ലോകത്ത് വൻ ശക്തികൾ നിലകൊള്ളുന്നു എന്നത് ഇതിനെ ആക്കം കൂട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം ആശങ്കയുണ്ടാക്കുന്ന വിധത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിൽ അസ്വസ്ഥത നിലനിൽക്കുകയാണ്. അതിന് പരിഹാരമില്ലാതെ നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യമാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഫാഷിസത്തിലേക്ക് അരാജകത്വത്തിലേക്കൊക്കെ നീങ്ങുന്ന രൂപത്തിലാണ് നാം കാണുന്നത്. നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്ന നേതൃപദവി ലോകത്ത് നഷ്ടപ്പെട്ട് അതെല്ലാം മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥിതി അവിടെയൊക്കെ നാം കാണുന്നു. അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിലില്ലായതിൻ്റെ പേരിൽ പാർട്ടികളുടെ പേരിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്ന അങ്ങനെയുള്ള ഒരു സ്ഥിതിയുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവനിരാസം, അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്ത, അതുപോലെ യുവാക്കളെയൊക്കെ മയക്കുമരുന്ന് പിടികൂടുന്ന ഇങ്ങനെയെല്ലാമുള്ള ഒരു അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും പ്രദേശവും ലോകവുമായി കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനങ്ങൾക്ക് വ്യക്തമായ നേതൃത്വം നൽകാനുള്ള ദിശാബോധമുള്ള നേതൃത്വത്തിൻ്റെ അഭാവം ഇവിടെ ഈ രംഗങ്ങളിലെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇച്ഛാശക്തിയോടുകൂടി ലോകത്തിൻ്റെ നന്മയെ ഏറ്റെടുക്കുവാനും വീണ്ടെടുക്കുവാനും അതിനാവശ്യമായ രൂപത്തിലുള്ള മാതൃകാപരമായ ജീവിതം ത്യാഗത്തോടുകൂടി ഏറ്റെടുക്കുവാനും കഴിയുന്ന സാഹചര്യം, അതിനുവേണ്ടിയുള്ള ആളുകളുടെ സന്നദ്ധതയില്ലായ്മ, അലംഭാവം, ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ
ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നത്. അന്ധവിശ്വാസങ്ങളുടെ ലോകത്ത് പ്രപഞ്ചനാഥനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ ത്യാഗപരിശ്രമങ്ങളെ ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഏതാണ്ട് 69 സ്ഥലങ്ങളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരും അദ്ദേഹം നടത്തിയ വളരെ വിപ്ലവകരമായിട്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളെയുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച വിശ്വാസവുമായി ബന്ധപ്പെട്ട, അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട, ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹം നടത്തിയ സംവാദങ്ങൾ, അതിനുവേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗ പരിശ്രമങ്ങൾ, ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നതിന് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയ മറ്റൊരു വശമാണ് വൈകാരിക തലങ്ങളിൽ മനുഷ്യനെ സ്വാഭാവികമായി പിടികൂടുന്ന ഭൗതിക താല്പര്യങ്ങളാണ് അവൻ്റെ വൈകാരികത എന്ന് പറയുന്നത്. പലതിൻ്റെയും കാര്യങ്ങളിൽ നമ്മൾ വികാരത്തോടു കൂടി സമീപിക്കുന്നു. മക്കളുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, അധികാരത്തിൻ്റെ കാര്യത്തിൽ, ഭരണാധികാരികളെ ഭയപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലുമാണ് മനുഷ്യന് അവൻ ഏറ്റെടുക്കേണ്ടതായ ധർമ്മവും ബോധവും സത്യസന്ധതയും ഈമാനും തഖ്വയും ഒക്കെ അടിയറ വെച്ച് പോകുന്ന രൂപത്തിലുള്ള മനുഷ്യൻ്റെ പതനം ഇത്തരം വൈകാരികമായ രംഗങ്ങളിൽ അവൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്കനുസരിച്ചാണ്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃക കാണുവാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പരീക്ഷണം അദ്ദേഹം നേരിട്ട ഒരു അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാന ആഖിറു ഖൗല ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്ക് എനിക്ക് അല്ലാഹു മതി, ഹസ്ബി അല്ലാഹ്. ആ സമയത്ത് അത് പറയാൻ സാധിക്കുക, ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത് ശക്തമായ ഈമാനുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധനായ ഒരു സഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുറൈശികളുടെ കയ്യിൽ പിടിക്കപ്പെടുകയും അദ്ദേഹത്തെ കുരിശിലേറ്റുകയും ചെയ്ത സമയത്ത് കവിത പറയാണ് അദ്ദേഹം. ആ കവിതയിൽ അദ്ദേഹം പറയുന്നത് വലസ്തു ഉബാലി ഹീന വഖ്തലു മുസ്ലിമ ഇലായി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ഏത് ഭാഗത്തേക്ക് നിങ്ങൾ എന്നെ കുരിശിൽ തറച്ച് ഞാൻ മരണപ്പെട്ട് മറിഞ്ഞു വീഴുകയാണെങ്കിലും അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ചരിത്രവും നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ നാനാവിധ വികാരങ്ങൾ മനുഷ്യനെ പിടികൂടും. ആ വികാരങ്ങളിൽപ്പെട്ട ഒരു വികാരമാണ് പുത്രസ്നേഹം, ഭാര്യാസ്നേഹം എന്ന് പറയുന്നത്. തനിക്ക് വൈകി ലഭിച്ച ആ പൊന്നോമന മകനെയും ഉമ്മയെയും ആരുമില്ലാത്ത, വെള്ളമില്ലാത്ത, സസ്യലതാദികളില്ലാത്ത, തണലില്ലാത്ത, പരന്ന ചുട്ടുകൊള്ളുന്ന മരുഭൂമിയുടെ ആ ഒരു മധ്യത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായപ്പോൾ ഒട്ടും പ്രയാസം കൂടാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക. ഹാജർ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന, ഞങ്ങളെ വിട്ടേച്ച് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി പറഞ്ഞപ്പോൾ ഹാജർ പറയുന്നത് എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന്. ആ ഒരു താമസിപ്പിച്ച സംഭവം, അത് അവിടെയാണ് സംസം വരുന്നത്. അവിടെ നിന്നാണ് ജനങ്ങൾ അവിടേക്ക് താമസം തുടങ്ങുന്നത്. അവിടെയാണ് ഒരു കൾച്ചർ രൂപപ്പെടുന്നത്, ഒരു സിവിലൈസേഷൻ രൂപപ്പെടുന്നത് അവിടെ വെച്ചാണ്. ആ സിവിലൈസേഷൻ ലോകത്ത് തുല്യതയില്ലാത്ത ഏറ്റവും വലിയ
സംസ്കാര സമ്പന്നമായ ഒരു നാഗരികതയായി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ താല്പര്യത്താൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്നദ്ധതയാൽ രൂപപ്പെട്ട മക്ക നഗരം എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ വികാരമാണ്. അവരുടെ ഈമാനിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അവർ എന്നെന്നും തിരിഞ്ഞു നിൽക്കുന്ന കേന്ദ്രത്തിൻ്റെ കേന്ദ്രമാണ്. ആ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു പ്രവർത്തനം, ആ രൂപത്തിൽ അദ്ദേഹം സന്നദ്ധനായതുകൊണ്ടാണ് ആ ഒരു നാഗരികത രൂപപ്പെടുവാനുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് തൻ്റെ കൂടെ ഓടി നടക്കുവാനും കുറേയൊക്കെ പരിശ്രമിക്കുവാനും ഒക്കെ പ്രായമായ 14 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് 11 വയസ്സ് എന്നൊക്കെ പറയുന്നു. ആ സമയത്താണ് ബലി നൽകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുന്നത്. മകനോട് ആ കാര്യം പറയുമ്പോൾ കുഞ്ഞത് സമ്മതിക്കുകയാണ്. യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അങ്ങ് കൽപ്പിക്കപ്പെട്ടത് ചെയ്തു കൊള്ളുക, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് കാണാൻ കഴിയും എന്ന് ഇസ്മായിൽ പറയുകയും അങ്ങനെ ആ കൃത്യനിർവഹണത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാവുകയും ചെയ്ത സമയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ, അങ്ങയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത്. ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് അറുക്കുക എന്നതല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഞാൻ സന്നദ്ധനാണോ അല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ തനിക്ക് ഏറ്റവും തൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫൽദത്ത് കബ്ദ്, ആ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ബലി നൽകാൻ തയ്യാറായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ സന്നദ്ധത, അതിന്ന് മുസ്ലിം ലോകം ഏറ്റെടുത്ത് നമ്മളിത് നിർവഹിച്ചു കഴിഞ്ഞു. അതിൻ്റെ ത്യാഗസ്മരണ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ അതുപോലെ എല്ലാ നിലക്കും ഭരണാധികാരി ആ ഭരണത്തിൻ്റെ എല്ലാവിധ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നശിപ്പിക്കാൻ വേണ്ടി തുനിയുന്ന ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലിയത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് മഹാൻ എന്നുള്ളത്. ആ അള്ളാഹു അക്ബറാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത്. ഇത് ലോകത്തിൻ്റെ ശ്വാസമാണ്. അള്ളാഹു അക്ബർ എന്നത് പ്രപഞ്ചത്തിൻ്റെ ഓക്സിജനാണ്. എങ്ങനെ? നമുക്കറിയാം, ഇന്തോനേഷ്യയുടെ ഭൂമധ്യരേഖയ്ക്ക് കിഴക്കുള്ള ഇന്തോനേഷ്യയുടെ അങ്ങേ അറ്റത്തുള്ള ബാലി ദ്വീപിൽ നിന്ന് പ്രഭാതത്തിൽ അല്ലാഹു അക്ബർ എന്ന വിളിയാളം ഉണ്ടാകുമ്പോൾ ആ വിളിയാളം അതിൻ്റെ പ്രതിധ്വനി വന്ന് സഞ്ചരിച്ച് മ്യാൻമാറിലൂടെ, ബംഗ്ലാദേശിലൂടെ, പാകിസ്ഥാനിലൂടെ, ഇന്ത്യയിലൂടെ കടന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരു ഭൂപ്രദേശത്ത് നിന്ന് അല്ലാഹു അക്ബർ എന്ന വിളിയാളം കേൾക്കുമ്പോൾ രണ്ടാമത്തെ ബാങ്ക് വീണ്ടും ആ ബാലി ദ്വീപിൽ തുടങ്ങുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സഞ്ചാരത്തിൻ്റെ കൂടെ അല്ലാഹു അക്ബറുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഇവരൊന്നും എൻ്റെ ദൈവങ്ങളല്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ അഭിമുഖീകരിക്കുന്നത്, ഞാൻ ആദർശമായി സ്വീകരിക്കുന്നത്, എൻ്റെ ഈമാനും എൻ്റെ തഖ്വയുമായി ഞാൻ ഉൾക്കൊള്ളുന്നത് ആകാശഭൂമികളെ, പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ പ്രപഞ്ചനാഥന് വേണ്ടിയാണെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഹനീഫൻ, എനിക്ക് അതിൻ്റെ മധ്യവർത്തികളൊന്നുമില്ല, ഇടയാളന്മാരില്ല, നേർക്കുനേരെയാണ് ആ പ്രപഞ്ചനാഥനെയോട് ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് ആ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. ഹനീഫൻ മുസ്ലിമൻ, എല്ലാം അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ അള്ളാഹു ചോദിച്ചു, ഞാൻ കൊടുത്തു. എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുവാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. ആ എൻ്റെ ഈമാനിന് എതിരായി നിൽക്കുന്ന എൻ്റെ പിതാവാണെങ്കിൽ ആ പിതാവിനെ കൈയൊഴിക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഞാനത് ചെയ്തു. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്
എനിക്കെതിരെ നിൽക്കുന്നതെങ്കിൽ, ഈ വിശ്വാസത്തിനെതിരെ നിൽക്കുന്നതെങ്കിൽ ആ ഭരണാധികാരിയുടെ മുഴുവൻ പീഡനങ്ങളും ഏറ്റെടുക്കാൻ സന്നദ്ധനായിക്കൊണ്ട് ഞാനത് ചെയ്തു എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുക മാത്രമല്ല, അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ ജനങ്ങൾക്ക് ഇമാമായി നിന്നെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് നന്മയുടെയും നമ്മുടെ ലോകത്ത് നന്മയുടെയും നീതിയുടെയും യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും യഥാർത്ഥ ജീവിത മൂല്യങ്ങളുടെയും നേതൃത്വം ഏറ്റെടുക്കുവാനുള്ള ആളുകളുടെ അഭാവം എന്ന് പറയുന്നത് ഇത്തരം വൈകാരികമായ രംഗങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും സാധ്യമാകാത്ത വിധത്തിൽ നമ്മുടെ അവിടെ താഴ്ന്നു പോകുന്നത് കൊണ്ടാണ്, അടിയറ വെച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ നന്മയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും വലിയ പാഠം. അവിടെയാണ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്ക് മുഴുവനും ഇമാമായി താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള പറഞ്ഞത്. അപ്പം ആ ഒരു ബോധം ഈ ഒരു മാസത്തിലൂടെയുള്ള ഈ ചരിത്ര കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ഇങ്ങനെ പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ ദൃഢ മനസ്ഥിതി, ഈമാനിൻ്റെ ശക്തി, തഖ്വയുടെ ഉറച്ച ബോധം, തവക്കുലിൻ്റെ ബോധം, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം, ആ ധൈര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിജയം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ കൈയൊഴിച്ചെങ്കിലേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. പിടിച്ചു വെച്ചാലൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഭൗതികത നമ്മൾ പിടിച്ചു വെക്കുന്നിടത്തോളം നമുക്ക് ഉയർന്നു നിൽക്കാൻ സാധ്യമാകാത്ത സ്ഥിതി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനിൻ്റെ ഉടമകളാക്കി നല്ല ജീവിതം നയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.